ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിനെയും അതുപോലെ തന്നെ നന്ദിനി അമ്മേനെയാണ്. അപ്പോൾ ഗൗരി ചായ കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ആ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇങ്ങനെ ആദർശമായി വേണിയായിട്ട് ഇനി നന്നായി ജീവിച്ചോളും എന്നൊക്കെ ഗൗരി പറഞ്ഞപ്പം, അല്ലെങ്കിലും ആദർശനായിരുന്നു വേണി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. പക്ഷേ വേണിക്ക് ആദർശനെ ഇഷ്ടമായിരുന്നു. ആദർശേട്ടൻ അങ്ങനെ ചെയ്യില്ല. ആദർശേട്ടൻ വേണിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് വേണി അങ്ങനെ മാറിയത്. അത് ആദർശേട്ടന് മനസ്സിലായിട്ടുണ്ട്. ഇനി അത് അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഗൗരി, അമ്മയ്ക്കൊരു തോന്നുന്ന ഒരു കാര്യം അമ്മ പറയട്ടെ. ഒരിക്കലും സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് നമ്മളൊക്കെ വേണിയുടെ കാര്യത്തിൽ വിചാരിച്ചിരുന്നില്ലേ? എന്നിട്ട് വേണി ഒരുപാട് മാറിയില്ലേ? അപ്പോൾ ഉറപ്പാ ശങ്കറും ഇതുപോലെ തന്നെ മാറും മോളെ, നോക്കിക്കോ, അവൻ നല്ലവനാ മോളെ എന്ന് പറഞ്ഞു. പിന്നെ അവന് ആകെയുള്ള ഒരേ ഒരു കുഴപ്പം, എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് അവൻ അറിയില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഭ്രാന്തൊക്കെ കാണിക്കുന്നത്. നീ നോക്കിക്കോ, ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൻ മനസ്സിലാക്കിയെടുക്കും. പിന്നെ വേണിയും ആദർശം പരസ്പരം മനസ്സിലാക്കിയതുപോലെ തന്നെ നിങ്ങളും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും മോളെ എന്ന് പറഞ്ഞു. വേണി മാറിയതുപോലെ പെട്ടെന്ന് ശങ്കർ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹിക്കാവുന്നതിനേക്കാളും വലിയ തെറ്റാ എങ്ങനെ സ്നേഹിക്കണം എന്ന് അറിയാത്തത്. അത് നമുക്ക് ആരെയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ശങ്കറിൽ നല്ല മാറ്റം ഉണ്ടാവണമെങ്കിൽ ശങ്കർ ആദ്യം യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കണം. അതറിയുന്നത് വരെ അയാൾ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് ഗൗരി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ മഹാദേവൻ്റെ വരവ്. മഹാദേവൻ ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ച എന്തോ നിഗൂഢമായ ലക്ഷ്യങ്ങൾ അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെയാണ് അയാളുടെ വരവ്. അപ്പോൾ ശ്യാം സാർ വാതിൽ തുറന്നപ്പം ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഹായ് പ്രൊഫസറേ, നമസ്കാരം കേട്ടോ. ഇങ്ങോട്ട് വരുന്നവരൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? അകത്തേക്ക് വരൂ, വാ എന്ന് പറഞ്ഞ് മഹാദേവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ. മുൻകൂട്ടി വിളിച്ചു പറയേണ്ട ആവശ്യം എന്താ പ്രൊഫസറേ? ഇതെന്തുട്ടാ അന്യ വീടാം? അല്ലല്ലോ, ഇത് നമ്മുടെ സ്വന്തം കുടുംബമല്ലേ. എന്താ, എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നിയാൽ വരാം, അങ്ങനെയല്ലേ പ്രൊഫസറേ എന്ന് ചോദിച്ചോ. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ പാടില്ല എന്ന് മറ്റും ഉണ്ടോ? അതോ മുൻകൂട്ടി പ്രൊഫസറുടെ അനുവാദമൊക്കെ വാങ്ങി ഇങ്ങോട്ട് വരാനേ പാടുള്ളൂ എന്ന് മറ്റും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇനി അങ്ങനെയല്ല, പുതിയ നിയമവും വല്ലതും ഉണ്ടോ പ്രൊഫസറേ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു നിയമവും ഇല്ല. മഹാദേവൻ വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാദേവനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെ മഹാദേവൻ ചുറ്റിനൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ നന്ദിനിയും മുത്തശ്ശിയും വന്നു കേട്ടോ. നന്ദിനി, ദേ മഹാദേവൻ ഗൗരിമോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞു. മഹാദേവൻ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവനോട് ഇരുന്നു കേട്ടോ. ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അതെന്താ നന്ദിനി ഇനി പ്രത്യേകം ചോദിക്കുന്നത്? നീ ചായ എടുക്കുക എന്ന് മുത്തശ്ശി പറഞ്ഞു. ഗൗരി മോളെയും കൂടി നീ ഇങ്ങോട്ട് വിളിക്കുക എന്നും പറഞ്ഞു. മഹാദേവൻ, പിന്നെ നമ്മുടെ കുട്ടികൾ തെറ്റുകൾ ചെയ്തത് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കാം? വളരെ ശരിയാട്ടോ പ്രൊഫസറെ പറഞ്ഞത്. ഞാനും എൻ്റെ തെറ്റ് തിരുത്താൻ വേണ്ടി തന്നെയാട്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം അച്ഛ എന്ന് പറഞ്ഞാൽ വേണിമോള് ഓടി വന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ആളുടെ വരവ്. ആ പുറകെ തന്നെ നമ്മുടെ ഗൗരിയും വന്നു. സാധനങ്ങളൊക്കെ വേഗം പാക്ക് ചെയ്തു കേട്ടോ, നിന്നെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിയും വേണി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പറയണത്. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കി ചെല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഇങ്ങനെ സാധനം ഗൗരിയോടെ പാക്ക് ചെയ്യാൻ പറഞ്ഞതെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേണ്ട നന്ദിനി അമ്മ അതേണ്ട ചായ ഗ്ലാസ് കൊണ്ടേ കൊടുത്തു. അപ്പോൾ വേഗം തന്നെ മഹാദേവൻ ചായയൊക്കെ കുടിച്ചിട്ട് കൊള്ളാം, ഹായ്, നല്ല അടിപൊളി ചായയാണല്ലോ, സൂപ്പറായിട്ടോ. പിന്നെ ഉണ്ടല്ലോ, നല്ല ചായ ഇടുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു കൈപ്പുണ്യം തന്നെ കേട്ടോ പ്രൊഫസറെ, എല്ലാവർക്കും അതിനൊന്നും കഴിയൂലട്ടോ എന്ന് പറഞ്ഞു. വല്ലവരും എല്ലാവരെ കൊണ്ട് പറ്റൂലല്ലോ. അപ്പോഴാണ് ആദർശം അങ്ങോട്ട് വരുന്നത്. മരുമോനെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നെന്തുട്ടാ ബാങ്കിലൊന്നും പോകണ്ടായിരുന്നോ? പോണം, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാര വേണിമോള് ദേ ഇവിടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അതെ അച്ഛാ, അച്ഛൻ്റെ വേണിമോളെ നല്ല മര്യാദക്കാരിയായിട്ടോ. അതെ, ഉള്ള കാര്യം ഞാനങ്ങ് പറയാമല്ലോ, വേണി ഇപ്പം നല്ല കുട്ടിയായി എന്ന് പറഞ്ഞു. അല്ലേ, ഒരാട്ടങ്ങി ഒതുങ്ങി ഒരു മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് കലക്കി, പെൺകുട്ടി അയാളെ ഇങ്ങനെ വേണം കേട്ടോ എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. മോളെ ഗൗരി, നീ പോയി വേഗം റെഡിയാക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പം, അല്ല പ്രൊഫസറെ, ഗൗരി എന്തൊട്ടിനാ റെഡിയാവണത് എന്ന് ചോദിച്ചു മഹാദേവൻ. അപ്പോൾ ഇവർക്കെല്ലാം ഷോക്കായിപ്പോയി. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? മഹാദേവൻ മോളെ തൃശ്ശൂർക്ക് കൂട്ടിക്കൊണ്ട് പോകാനല്ലേ വന്നത്? അതേലോ,
ഞാൻ കഷ്ടപ്പെട്ട് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് വന്നത്. പക്ഷേങ്കിൽ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ പ്രൊഫസറെ. പക്ഷേ പ്രൊഫസർ കരുതുന്ന പോലെ ഞാനേ നമ്മുടെ ഗൗരിമോളയല്ല കേട്ടോ, എൻ്റെ വേണിമോളയാണ് എന്ന് പറഞ്ഞു. വേണിമോളോ എന്ന് ചോദിച്ചു. അതെ പ്രൊഫസറെ, എൻ്റെ വേണിമോളെ തന്നെ എന്ന് പറഞ്ഞു. മഹാദേവൻ്റെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറി. അതെ വേണിമോളെ, അതെ അച്ഛൻ്റെ വേണിമോക്ക് ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ചു. വേണി ആകെ കണ്ണ് തള്ളി നിൽക്കുക, ഇതെന്താ സംഭവിക്കുന്നതെന്നറിയാതെ. അപ്പം വേണി ആകെ വിഷമമായി കേട്ടോ. ശരിക്കും നീ എന്തിനാടി ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ തുറച്ചു നോക്കണത് എന്ന് ചോദിച്ചു. അപ്പം ആദർശിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അച്ഛൻ്റെ വേണിമോളെ കുറേ വിഷമിച്ചില്ലേ, കുറേ സഹിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഇവർ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. ബാക്കി എല്ലാവരും ഇവരോടൊന്നും ഒരിക്കലും പൊരുത്തപ്പെടുവാൻ പോകാനായിട്ട് നിനക്കാവില്ല എന്ന് അച്ഛന് ബോധ്യമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അച്ഛൻ ഈ തീരുമാനം എടുത്തത്. മക്കളുടെ മനസ്സറിഞ്ഞ് പെരുമാറേണ്ടത് ഓരോ അച്ഛനും അമ്മയല്ലേ. അതുകൊണ്ട് അച്ഛൻ മോളെ കൂട്ടിക്കൊണ്ട് പോണത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു വേണി. അച്ഛ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അതെ ഈ ഏട്ടൻ്റെ പ്രശ്നങ്ങളിൽ എന്തിനാ എന്നെ കരുവാക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ നിൻ്റെ ഏട്ടൻ്റെ പ്രശ്നം, അച്ഛൻ്റെ പ്രശ്നം, നിൻ്റെ പ്രശ്നം, അങ്ങനെ ഓരോരുത്തർക്കും വേറെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നിൻ്റെ ഏട്ടൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരങ്ങാട്ട് വീടിൻ്റെ മുഴുവൻ പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വേണിമോൾ കൂടുതൽ ഡയലോഗൊന്നും അടിക്കാതെ വേഗം പോയിട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാം സാർ എഴുന്നേറ്റിട്ട്, അതെ മഹാദേവൻ എന്തിനാ വേണിമോളെ ഇവിടുന്ന് കൊണ്ടുപോകണത്? പ്രൊഫസറെ എൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഗൗരീനെ എന്തൊട്ടിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. പ്രൊഫസർ എന്തൊട്ടിനാ അത് ചെയ്തത് എന്ന് ചോദിച്ചു. ഗൗരി മോളുടെ സന്തോഷം ആഗ്രഹിച്ചിട്ട്. എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ടല്ലേ അച്ഛനായ പ്രൊഫസർ അമ്മാതിരിയുള്ള ഉടായിപ്പ് പണി കാണിച്ചത്? എന്താ പ്രൊഫസറെ ശരിയല്ലേ എന്ന് ചോദിച്ചു മഹാദേവൻ. എല്ലാ അച്ഛനമ്മമാരും അവരുടെ മക്കളുടെ സന്തോഷം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്താ ഇല്ലേ, ശരിയല്ലേ? എന്താ ശ്യാം സാറേ ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടുന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ വേണി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. മഹാദേവൻ എന്താ പറയുക, വേണി മോളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ അവളെ വിഷമിപ്പിക്കുന്ന രീതിയിലോ ഞങ്ങളാരും അവളോട് പെരുമാറിയിട്ടേ ഇല്ല. അവൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കണത്. എൻ്റെ പൊന്ന് പ്രൊഫസറെ, ഇപ്പം പ്രശ്നമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം എന്ന് പറഞ്ഞു. ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ തുടങ്ങിയതല്ലേ, അതാ ഇനി ഒരു തീരുമാനം വേണം, അത് തന്നെയാണ് എൻ്റെ ഈ തീരുമാനം എന്ന് പറഞ്ഞു. ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം ആയി കഴിഞ്ഞു പ്രൊഫസറെ എന്ന് പറഞ്ഞു. അപ്പം വേണി ഇങ്ങനെ നോക്കുകയാണ് ആദർശിനെ. ആദർശം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, പാവനിഷ്കളങ്കമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ വേണിമോളെ, നീ എന്തൊട്ട് ആലോചിച്ച് നിൽക്കുന്നത്? നീ ചെന്ന് വേഗം പാക്ക് ചെയ്യുക, നിൻ്റെ സാധനങ്ങളെല്ലാം ഐറ്റംസും ഒക്കെ വേഗം പാക്ക് ചെയ്തേ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ഇങ്ങനെ വളരെ വിഷമിച്ചു. നമുക്കേ അങ്ങോട്ട് തൃശ്ശൂർ വരെ എത്താനുള്ളതാ, അറിയാലോ നിനക്ക്, വേഗം ആട്ടെ എന്ന് പറഞ്ഞു. ആകെ ചവിട്ടി തുള്ളി അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പോൾ ആദർശം ആകെ വിഷമിച്ചു, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ആദർശനെ നിൽപ്പോൾ കേട്ടോ. വളരെ സങ്കടമായിപ്പോയി. വേണിയില്ലാതെ ഇപ്പോൾ ഇനി ആദർശനെ നിൽക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥ എത്തി. അപ്പോൾ വേണിമോള് നേരെ ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഈ ഗൗരി അവൾ ഒരുത്തി കാരണം എൻ്റെ ലൈഫ് തൊളഞ്ഞു പോയത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ കെട്ടിയവനാണെങ്കിലോ ഒന്നും മിണ്ടാതെ ഇതേ സ്റ്റഡി വടി പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നല്ലോ എന്നോർത്ത് വേണിക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ വിധി, അല്ലാതെ ഇപ്പം എന്തൊട്ടാ പറയുക. അപ്പോൾ വേണി ഇതേ ബാഗിലേക്ക് എല്ലാം പാക്ക് ചെയ്തു, എന്നിട്ട് അടയ്ക്കുകയാണ്. എന്നിട്ട് വേണി നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ഇരുന്നു. നിങ്ങൾ എന്തുട്ടാ മനുഷ്യ ഇങ്ങനെ, നിങ്ങളൊരു ഭർത്താവാണോ എന്ന് ചോദിച്ചു. അതെ ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതെ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. പിന്നെ മോളെ വേണി, നീ ഇവിടുന്ന് പോവണ്ട, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ പിടിച്ച് നിർത്തേണ്ടത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ആദർശം മിണ്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാനിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ എന്തുട്ടല്ലേ? അതെ അങ്ങോട്ടേക്ക് അങ്ങ് ജനലുമേ പിടിച്ച് ആ വിദൂരതയിലേക്ക് നോക്കി അങ്ങ് നിന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശം തിരിഞ്ഞു നിന്നിട്ട്, ഞാൻ നിന്നെ തടഞ്ഞ നീ കേൾക്കുമോ എന്ന് ചോദിച്ചു. നിനക്ക് എങ്ങനെയാണ് വേണി നിൻ്റെ അച്ഛനെ എതിർക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് നിനക്കതിന് കഴിയില്ല. അതെനിക്കറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ തടയാൻ ശ്രമിക്കാത്തത്. നിങ്ങളുടെ പുന്നാര പെങ്ങളാ ഗൗരിയില്ലേ, അവളാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് പോകുമ്പം അവൾക്ക് സമാധാനമാവുമായിരിക്കും അല്ലേ? നീ എന്തിനാ വേണിയാ ഗൗരിയെ കുറ്റപ്പെടുത്തുന്നത്? അവളല്ലല്ലോ ഈ കാര്യത്തിലെ ഗൗരി തെറ്റുകാരി അല്ല എന്ന് പറഞ്ഞു.
തെറ്റ് ചെയ്തത് നിൻ്റെ ഏട്ടൻ ശങ്കറാ. എൻ്റെ ഏട്ടൻ തെറ്റുകാരൻ. നിങ്ങൾ പിന്നെ ഭാര്യയോട് യാതൊരു തെറ്റും ചെയ്യാത്തുള്ള ഹരിശ്ചന്ദ്രനാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. എന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും നാളായല്ലോ, ഇപ്പോഴല്ലേ നിങ്ങൾ കെട്ടിയോളോട് സ്വന്തം സ്നേഹത്തോട് സംസാരിക്കണമെന്ന് തോന്നിയത്? എന്നിട്ടാ നിങ്ങൾ ഇപ്പോഴല്ലേ മനുഷ്യ ഒന്ന് ചിരിച്ചത്? എന്നെ ആ അവസ്ഥയിലെത്തിച്ചത് ആരാ? ആഹാ, അത് ശരി. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സ്നേഹത്തിൽ സംസാരിക്കാത്തതും ഒക്കെ എൻ്റെ ഏട്ടൻ്റെ തെറ്റുകൊണ്ടല്ലേ? നിങ്ങളാൾ കൊള്ളാലോ. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും എന്നെയും എൻ്റെ വീട്ടുകാരെയും ഒക്കെ കുറ്റപ്പെടുത്തണം. നിങ്ങളുടെ പെങ്ങളുടെ തെറ്റും കുറ്റവും ഒന്നും നിങ്ങൾ ഒരിക്കലും കാണത്തില്ല. അതാണ് നിങ്ങളുടെ പ്രത്യേകത. അല്ലേലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണമെന്നായിരുന്നല്ലോ നിങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം ഇപ്പം സാധിച്ചുല്ലോ. സമാധാനവും സന്തോഷമായല്ലോ അല്ലേ എന്ന് ചോദിച്ചു. വേണി, ഞാൻ നീ ഒരിക്കലും ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വേണി. നിങ്ങൾ കൂടുതലൊന്നും ഇനി പറയണ്ട കേട്ടോ, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് വേണി എഴുന്നേറ്റു. എന്നിട്ട് ബാഗ് കൊടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ വാതിൽ വരെ ഇറങ്ങി. പക്ഷെ പാവം ഭയങ്കര സങ്കടത്തിലാട്ടോ. വീണ്ടും ആദർശിനെ തിരിഞ്ഞു നോക്കുക. അപ്പോൾ ആദർശനൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് വേണിക്കും അറിയാം. അതെ എന്ന് വിളിച്ചു. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഒരു പോക്ക് അങ്ങോട്ട് പോവല്ല കേട്ടാ. അതെ, എന്നെ ഇവിടുന്ന് പടിയടിച്ച് പിണ്ടം വെച്ചേക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിന് ചിരി വന്നു. ഞാനിങ്ങോട്ട് തിരിച്ചു വരും, അതിന് ഒരു മാറ്റവും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ മത്താപ്പേ എൻ്റെ വിധം മാറൂട്ടോ, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ദേ എടഞ്ഞാ വേണീനെ അറിയാലോ, വേണിയുടെ സ്വഭാവം എന്ന് ചോദിച്ചു. പിന്നെ മുൻകൂട്ടി പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ബാഗ് കൊടുത്തുകൊണ്ട് ഇറങ്ങണം. പക്ഷേ എങ്കിൽ പോകാൻ പിന്നെയും മനസ്സ് വന്നില്ല. വീണ്ടും തിരിച്ചു വന്നു. ഒന്നുകൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം വീണ്ടും ആദർശിന് ചിരിയാട്ടോ വരുന്നത്, കുഞ്ഞു പിള്ളേർ കാണിക്കുന്നത് പോലെ. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഹേയ്, ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ പോണത്, പിന്നെ എന്തിനാ വിഷമിക്കണത്? സമയത്ത് ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ, അതൊന്നും വേണ്ടാന്ന് വെക്കരുത് കേട്ടോ. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കണം കേട്ടോ, പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്ന് ചോദിച്ച് വേണി ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആദർശന് ഭയങ്കര വിഷമമായി ശരിക്കും പറഞ്ഞാലോ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഗൗരി മഹാദേവന് കഴിക്കാനുള്ള സ്നാക്സൊക്കെ എടുത്തു വെക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ചിപ്സും അതുപോലെ തന്നെ ശർക്കര വരട്ടിയും ഒക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മഹാദേവൻ ഇങ്ങനെ നോക്കിയിട്ട്, അല്ല ഇതെന്താ ഇവിടെ ഇങ്ങനെ ചിപ്സും ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടല്ലോ, ഇതെന്താ ഇവിടെ ഓണായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ മഹാദേവൻ്റെ ചോദ്യം കേട്ട്. അതോ എന്താ എൻ്റെ വേണിമോളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ സന്തോഷമാണോ എന്നും കൂടെ ചോദിച്ചു ആ കൂട്ടത്തിൽ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നു. ആണോ പ്രൊഫസറെ, പറ പ്രൊഫസറെ എന്ന് ചോദിച്ചു മഹാദേവൻ. ഇയാളുടെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു അടി കൊടുക്കാൻ തോന്നും കേട്ടോ. ഈ ഫുൾ ടീംസ് സൈലൻ്റ് ആണല്ലോ, ഇതെന്താ ഇടപാട് എന്ന് മനസ്സിലായില്ല. എന്നാലേ ഗൗരിമോളെ ഒരു കാര്യം പറയട്ടെ, ഈ അച്ഛൻ ഗൗരിമോളോടും പ്രൊഫസറോടും നന്ദിനി അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ ആയിട്ട് ഒരു കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പറയട്ടെ. എന്താന്ന് വെച്ചാലേ മറ്റൊന്നും അല്ല കേട്ടോ, ചെറിയ സിമ്പിൾ കാര്യമാണ്. കൂടുതൽ സൽക്കാരം ഒന്നും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു. പിന്നെ സൽക്കാരം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തിട്ടാണെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ ഈ മഹാദേവൻ തന്നെ പറഞ്ഞു തരാം കേട്ടോ. നമ്മളെ ഒരു കുടുംബക്കാരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആകെ സങ്കടമായി പോയി കേട്ടോ. നമ്മളെ ഇനി ഒരു ഫാമിലി അല്ല എന്ന് മനസ്സിലായോ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ സൽക്കാരമൊന്നും വേണ്ട മഹാദേവ. ബന്ധുക്കളെ മാത്രമല്ല ഞങ്ങൾ ആദരിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവരോടും ഞങ്ങൾ ഈ നല്ല രീതിയിൽ തന്നെ പെരുമാറും. അത് എന്താ പറയുക, ഞങ്ങളുടെ കടമയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ സംസ്കാരം എന്ന് പറഞ്ഞു. എൻ്റെ പ്രൊഫസറെ, നിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ചൊന്നും കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മോളെ കൂട്ടിക്കൊണ്ട് വന്ന ആ വീടിൻ്റെയും നിങ്ങളുടെയും ഒക്കെ സംസ്കാരം കാണിച്ചു തന്നല്ലോ, സന്തോഷമായി. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട കേട്ടോ പ്രൊഫസറെ എന്ന് പറഞ്ഞു. അച്ഛാ, ഞാൻ ചാരങ്ങാട്ട് വീട് വിട്ട് വന്നതല്ല, അച്ഛൻ എന്നെ അവിടുന്ന് പുറത്താക്കിയതാ എന്ന് പറഞ്ഞു ഗൗരി. എന്താ ശരിയല്ലേ? അപ്പം ഇപ്പം എന്തിനാ ഇവിടുന്ന് വേണിയെ കൂട്ടിക്കൊണ്ട് പോണത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് വേണി ഇത് കേട്ടോണ്ട് വരുന്നത്. അപ്പത്തേനും വേഗം ദേഷ്യം വന്നോ, എന്തുട്ടിനാ കൊണ്ടുപോകണമെന്നോ. അപ്പം കരഞ്ഞോണ്ടാണ് ആൾ ഇറങ്ങി വരുന്നത് കേട്ടോ. ആകെ സങ്കടപ്പെട്ടാണ് വരുന്നത്. അതെ, ഇതിനൊക്കെ കാരണക്കാരി നീ ഒറ്റയെടുത്തിയാ, നീ മാത്രമാ എന്ന് പറഞ്ഞു. നീ എൻ്റെ ലൈഫ് മാത്രമല്ല, എൻ്റെ ഏട്ടൻ്റെയും നിൻ്റെ ഏട്ടൻ്റെ ലൈഫും ഒക്കെ കൂടിയാണ് നീ നശിപ്പിച്ചത്, അറിയോ നിനക്ക് എന്ന് ചോദിച്ചു. മോളെ,
നീ ഇവിടെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു മഹാദേവൻ. നീ വന്നേ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ വേണിക്ക് ആകെ സങ്കടമായി. മുത്തശ്ശിയും നന്ദിനിയമ്മയും ഒന്നും വിട്ടിട്ട് പോരുന്ന കാര്യം ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ശ്യാംസാറിൻ്റെ അടുത്ത് എന്നിട്ട് അച്ഛ എന്ന് വിളിച്ചു. എന്നിട്ട് കാലിൽ വീട്ട് അനുഗ്രഹം വാങ്ങുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും ശ്യാമിൻ്റെ സകല നിയന്ത്രണം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. മോളെ വിഷമിക്കണ്ട കേട്ടോ, മോള് പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കാലി വീഴുന്ന കണ്ടപ്പോഴത്തേനും മഹാദേവൻ ആകെ കലിയായി. ഓ എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക, എല്ലാവരുടെയും കാലിൽ വീണ് സകല ഐറ്റംസിൻ്റെയും കാലൊക്കെ തൊട്ട് അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നാൽ മതി നീ. വൈകിക്കണ്ട എന്ന് പറഞ്ഞു. എന്തിനാ കുറയ്ക്കണത് എന്ന് ചോദിച്ചു. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി എന്ന് വിളിച്ച് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ വേണിമോൾ ആകെ വിഷമത്തിലായിപ്പോയി കേട്ടോ. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പയ്യെ മുത്തശ്ശിയുടെ കവിളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടോ, രണ്ട് കൈയും ചേർത്ത് വളരെ ക്യൂട്ടായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മുത്തശ്ശി ഞാൻ എന്ന് പറഞ്ഞു. മോളെ എന്ന് വിളിച്ചു. ഞാൻ അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ല മുത്തശ്ശി എന്ന് ചോദിച്ചു. സോറി കേട്ടോ മുത്തശ്ശി എന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് ആകെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. മുത്തശ്ശി വേഗം തോളിലേക്ക് കിടത്തി അവർ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കണ്ടപ്പോഴത്തേനും എല്ലാവരുടെയും ആകെ സങ്കടമായി. അപ്പോൾ നന്ദിനിയമ്മയുടെ അടുത്ത് ചെന്നു. നന്ദിനിയമ്മയാണ് ഏറ്റവും ഇഷ്ടം നമ്മുടെ വേണിമോക്ക്. നന്ദിനിയമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നന്ദിനിയമ്മയുടെ അടുത്ത് ചെന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി. മോളെ അധിക ദിവസമൊന്നും നിൽക്കരുത് കേട്ടോ, മോള് പോയിട്ട് വേഗം വരണം കേട്ടോ എന്ന് പറഞ്ഞു. നന്ദിനിയമ്മേ ഞാൻ അധിക ദിവസമൊന്നും നിൽക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വേഗം വരും കേട്ടോ എന്ന് പറഞ്ഞു. പിന്നുണ്ടല്ലോ നന്ദിനിയമ്മേ, എൻ്റെ മനസ്സ് ഇവിടെ കേട്ടോ നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. പിന്നുണ്ടല്ലോ എൻ്റെ ലൈഫ് അതും ഇവിടെയാണ് നന്ദിനിയമ്മേ, നന്ദിനിയമ്മയ്ക്ക് അറിയാലോ എന്ന് പറഞ്ഞു. മാധവൻ ഇതൊക്കെ കേട്ടിട്ട് കലി വരുവാണ്. പക്ഷെ എന്തുട്ടാ ചെയ്യുക, അറിയാലോ ഓരോരുത്തരുടെ താളത്തിനൊത്തിരി തുള്ളുന്ന വെറും കളിപ്പാവയായിട്ട് മാറ്റിക്കളഞ്ഞില്ലേ എന്നെ എന്ന് ചോദിച്ചു. അതുപോലത്തെ അവസ്ഥയായില്ലേ എനിക്കിപ്പോൾ എല്ലാവരുടെയും. നന്ദിനിയമ്മയ്ക്കറിയോ ഉത്സവപ്പറവിലൊക്കെ കിട്ടില്ലേ നന്ദിനിയമ്മേ ഈ കീ കൊടുക്കുമ്പോൾ ഓടുന്ന പാവകൾ, അറിയോ നന്ദിനിയമ്മയ്ക്ക് എന്ന് ചോദിച്ചു. ഗൗരി കീ കൊടുക്കുമ്പോൾ ഓടുന്ന പാവകളായിട്ട് ഇപ്പം ഞാനൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി എന്നെയും കൂടി നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ ആക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. വേണി നീ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ആരും ഇവിടുന്ന് കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞു ഉടനെ ഗൗരി. അപ്പോഴത്തേനും ഇത് കേട്ടിട്ട് മഹാദേവൻ നേരെ തിരിഞ്ഞു. എന്തുട്ടാ ഗൗരിമോളിപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഗൗരിമോളെ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കട്ടെ, നിനക്ക് നിൻ്റെ അമ്മായിയച്ഛൻ്റെ സ്വഭാവമേ നിനക്ക് ശരിക്കും അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു ഗൗരിയോട്. അപ്പോൾ ഗൗരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നെന്തോ അപ്പോഴും നിൽക്കുകയാണ്. അച്ഛാ ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ, ഞാൻ ബാഗ് എടുത്ത് ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി. ഇനി എന്തൊട്ടിനാ ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി കേട്ടോ. ആദർശ് ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ വളരെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. എന്താ പറയേണ്ടതെന്നറിയാതെ വേഗം നന്ദിനിയമ്മയുടെ അടുത്തോട്ട് ചെന്നിട്ട്, നന്ദിനിയമ്മേ ഒരു കാര്യോട് പറയട്ടെ, നന്ദിനിയമ്മയ്ക്ക് അറിയാമല്ലോ ആദർശേട്ടന് എന്നെ ഒരു നുള്ളി ഇഷ്ടമല്ലെങ്കിലും പക്ഷേ ആദർശേട്ടനെ എനിക്ക് ജീവനാ, അത് നന്ദിനിയമ്മയ്ക്ക് അറിയാലോ എന്ന് ചോദിച്ച് വളരെ അലമുറയിട്ട് കരയാണ് കേട്ടോ വേണി എന്നിട്ട്. പക്ഷേ പാവം ആദർശേട്ടൻ അതെന്താ ചെയ്യാലേ, എനിക്കറിയാം ആദർശേട്ടനും പെങ്ങന്മാരും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് എന്ന് പറഞ്ഞു. അപ്പോഴും ആദർശ് ഇങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. ആദർശ് പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. നിങ്ങളെല്ലാവരും കൂടി ഉണ്ടല്ലോ ഈ പാവം വേണീനെ കുരങ്ങ് കാണിപ്പിക്കുക അല്ലേ എന്ന് ചോദിച്ചു. ഈ വേണി ആകെ കുരങ്ങായി. പിന്നെയുണ്ടല്ലോ കുരങ്ങൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പണ്ട് അച്ഛനുണ്ടല്ലോ, എൻ്റെ അച്ഛൻ ഒരു കഥ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അത്തിമരത്തിൽ അതെ ഈ അത്തിമരത്തിൻ്റെ പൊത്തിൽ ഒരു ഹൃദയം വെച്ച് പോയ ഒരു കുരങ്ങൻ്റെ കഥ, ഒരു ഹൃദയം ഒളിപ്പിച്ച് വെച്ചിട്ട് പോയ ആ കുരങ്ങൻ്റെ കഥയുണ്ടല്ലോ, അതിപ്പോൾ എൻ്റെ ജീവിതമായി മാറിയിരിക്കുക എൻ്റെ നന്ദിനിയമ്മ എന്ന് ചോദിച്ചു. ഇപ്പം അതുപോലെയാ എൻ്റെ അവസ്ഥയും. ഇപ്പോൾ ഞാൻ എൻ്റെ ഹൃദയവും ഇവിടെ വച്ചിട്ട് പോവാട്ടോ എന്ന് പറഞ്ഞ് വേണി വാവം വല്ലാണ്ട് സങ്കടപ്പെട്ട് അതുപോലെ നിന്ന് കരയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും എല്ലാവർക്കും ആകെ സങ്കടമായി പോയി. ശരിക്കും പറഞ്ഞാൽ സമനില തെറ്റിയ പോലത്തെ അവസ്ഥയായി വേണിക്ക്. അത്രയ്ക്ക് സ്നേഹമാണ് വേണിക്ക് എല്ലാവരോടും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് മഹാദേവന് കലിയും വരുന്നുണ്ട്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.